ഈ മനുഷ്യൻ അവകാശപ്പെടുന്നതേ പുള്ളിയാണ് ദിലീപിന് ഇത് വാങ്ങിച്ചു കൊടുത്തത്, ബെയിൽ വാങ്ങിച്ചു കൊടുത്തത് ബാലേന്ദ്രകുമാറാണെന്ന് പുള്ളി അവകാശപ്പെടുന്നു. പ്രോസിക്യൂഷൻ്റെ കേസ് എന്താണെന്നറിയാമോ? ദിലീപ് ജയിലിൽ പോയ ദിവസം ബാലേന്ദ്രകുമാർ നിരാശനായി. അതോടെ ആ ബന്ധം അവസാനിച്ചു. ബാലേന്ദ്രകുമാർ പിക്ക് പോക്കറ്റ് എന്നൊരു സിനിമ, അതിൽ ദിലീപ് അഭിനയിക്കണം എന്ന് പറഞ്ഞാണ് ദിലീപിനെ ആദ്യം കാണുന്നത്, ബന്ധമൊക്കെ തുടങ്ങുന്നത്. ബാലേന്ദ്രകുമാറിന് മനസ്സിലായി ഈ മനുഷ്യൻ വെറുതെ എന്നെ ഇട്ട് നടത്തി കളിപ്പിക്കുകയാണ്, എന്നെ കുരങ്ങ് കളിപ്പിക്കുക, എന്നെ കൊണ്ട് വേണ്ടാത്ത പണിയൊക്കെ ചെയ്യിപ്പിക്കും, ബട്ട് എൻ്റെ സിനിമ മാത്രം മുന്നോട്ട് പോവില്ല. അത് മനസ്സിലാക്കിയിട്ട് അതിനുശേഷം അവർ തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് പ്രോസിക്യൂഷൻ വാദിക്കുന്നു. ബാലേന്ദ്രകുമാറിനെ വിസ്തരിക്കുമ്പോൾ ബാലേന്ദ്രകുമാർ പറയുന്നു ദിലീപിന് ജാമ്യം വാങ്ങിച്ചു കൊടുത്തത് ഞാനാണെന്ന് പറയുന്നു. ഈ ബന്ധം ഉപേക്ഷിച്ചു എന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞ ആൾ ദിലീപിന് വേണ്ടിയിട്ട് അരയും തലയും മുറുക്കി ജാമ്യത്തിന് ഞാനാണ് ഇറങ്ങിയതെന്ന് അയാൾ ക്ലെയിം ചെയ്യും. അപ്പോൾ എന്താ, ഒന്നുകിൽ പ്രോസിക്യൂഷൻ്റെ വിശ്വാസ്യത പോയി, ബാലേന്ദ്രകുമാറിൻ്റെ വിശ്വാസ്യത പോയി, രണ്ടുപേരുടെയും വിശ്വാസ്യത പോയി. അതുകൂടാതെ ബാലേന്ദ്രകുമാർ പറയുകയാണ്, അങ്ങേര് ഈ കോണ്ടാക്റ്റഡ് മിസ്റ്റർ കോലിയാക്കോട് എൻ കൃഷ്ണൻ നായർ to change the investigating team or to make sure that the prosecution supports granting of bail to accused number 8 ദിലീപ്. കൊലിയാക്കോട് കൃഷ്ണൻ നായർ വഴി ഒന്നുകിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ മാറ്റും, അല്ലെങ്കിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഹൈക്കോടതിയിൽ ദിലീപിന് അനുകൂലമായ നിലപാടെടുക്കണം. ഇത് കൊലിയാക്കോട് വഴി ചെയ്യും. എന്താ അങ്ങനെ കൊലിയാക്കോടിൻ്റെ അടുത്ത് പോകാൻ കാരണം? കൊലിയാക്കോട് എൻ കൃഷ്ണൻ നായർ ഇസ് ദ പേഴ്സൺ who is the close associate of the chief minister. പിണറായി വിജയനെ സ്വാധീനിക്കാൻ പറ്റിയ ആളാണ് കൊലിയാക്കോട് കൃഷ്ണൻ നായർ. ഇത് കഴിഞ്ഞിട്ട് he also claimed that his operation via Trivandrum is likely to be successful. ഈ റൂട്ട് സക്സസ്ഫുൾ ആകും. പക്ഷേ he claimed that he tried to open a new route through VHP via Chennai. വിശ്വ ഹിന്ദു പരിഷത്ത് വഴി ചെന്നൈയിൽ ഓപ്പറേറ്റ് ചെയ്തു. VHP ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ VHP എന്നാണ് അടിച്ചിരിക്കുന്നത് ജഡ്ജ്മെൻറ്റിൽ. വിശ്വ ഹിന്ദു പരിഷത്തായിരിക്കും. അതൊരു വെൽ നോൺ സംഘടന ആയതുകൊണ്ടാണ് അതിൻ്റെ ഡീറ്റെയിൽ കോടതി അടിക്കാത്തത്. മാത്രമല്ല ഇങ്ങേരുടെ പൊങ്ങച്ചവും കൂടെയാണല്ലോ. അക്കോർഡിംഗ് ടു ഹിം, എങ്ങനെയാണ് ചെന്നൈ ഓപ്പറേഷൻ? ദ ഇൻ്റർവെൻഷൻ ഓഫ് ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ഓഫ് തമിഴ്നാട് മിസ്റ്റർ ഒ പനീർസെൽവം അന്ന് and the intervention of the then Kerala governor also was secured. അന്നത്തെ കേരള ഗവർണർ പി സദാശിവം, ഒ പനീർസെൽവം തമിഴനാണ്, പി സദാശിവം തമിഴനാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇവരെയൊക്കെ ബാലേന്ദ്രകുമാർ വിളിച്ചിട്ട്, സദാശിവൻ ചേട്ടാ എന്താ പോലെ ചേട്ടാ ഒരു ജാമ്യം ഒന്ന് സംഘടിപ്പിക്കണമല്ലോ. ഓ അതാർക്കാം? ദിലീപിന്. ഞാൻ സംസാരിക്കും. ആരാ ജഡ്ജി? ആരാ അവിടെ? ST. അത് ബാലേന്ദ്രകുമാർ പറയുന്നുണ്ട്. ജഡ്ജിയുടെ പേര് പറയുന്നില്ല. ക്യാപിറ്റൽ ST എന്നാണ് ജഡ്ജിയുടെ പേര്. തലശ്ശേരി വിൽ സ്പീക്ക് ടു അങ്കമാലി. ഇതൊക്കെ ഇതിലുണ്ട് ജഡ്ജ്മെൻറ്റിൽ. ഞാൻ ഈ ഒരുപാട് സമയമെടുക്കും, അതുകൊണ്ടാണ് ഞാൻ വായിക്കാത്തത്. തലശ്ശേരിയിലെ ഒന്നുകിൽ മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ സെഷൻസ് ജഡ്ജി അങ്കമാലി മജിസ്ട്രേറ്റിനോട് സംസാരിക്കും. അങ്കമാലിയിലെ മജിസ്ട്രേറ്റാണ് ആദ്യം ഈ കേസ് ഹാൻഡിൽ ചെയ്തിട്ട് പിന്നെ സെഷൻസിലേക്ക് കമ്മിറ്റ് ചെയ്യുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അങ്കമാലി മജിസ്ട്രേറ്റിനെ സ്വാധീനിക്കും. ഇവരെല്ലാം STയോട് സംസാരിക്കും. പിന്നെ STയോട് സംസാരിക്കുന്നത് അമിത് ഷായാണ്. അത് ശരി. ദ മെസ്സേജ് വിൽ ഷോ ദാറ്റ് അക്കോർഡിംഗ് ടു ബാലേന്ദ്രകുമാർ, then Kerala Governor Justice P. Sadashivam helped Mr. Amit Shah, the Union Home Minister, to avoid life imprisonment, and as part of his gratitude Justice P. Sadashivam was given the post of Kerala Governor. ജസ്റ്റിസ് സദാശിവം എങ്ങനെ കേരള ഗവർണറായി എന്നുള്ള രഹസ്യം ബാലേന്ദ്രകുമാർ ഈ കോടതിയിൽ വെളിപ്പെടുത്തി. നമുക്കാർക്കും ഇതായില്ലായിരുന്നു. അതായത് ഏതോ കേസിൽ ജീവപര്യന്തം തടവ് കിട്ടുമായിരുന്നു അമിത്ഷായ്ക്ക്. അപ്പോൾ അന്ന് സദാശിവം സുപ്രീം കോടതിയിലുണ്ട്. അമിത്ഷാ നേരെ സദാശിവത്തെ വിളിച്ചു, സദാശിവം ചേട്ടാ എന്താടാ നിന്നെക്കൊണ്ട് തോറ്റല്ലോ ചേട്ടാ, എന്നെ ജീവപര്യന്തം കിട്ടും. ഞാൻ വിളിച്ചു. ആരാ അവിടെ ജഡ്ജി? ആരാ? അതാ സെൻഗുപ്തയാണ്. അതാ പൊക്കം കുറഞ്ഞവനല്ലേ, കഷണ്ടി.
ഞാനിപ്പോൾ തന്നെ വിളിച്ചു പറയാം. ഉടനെ സദാശിവം സെൻകുത്തയെ വിളിച്ചു. എടോ താൻ എന്താ ചെയ്യാൻ പോകുന്നത്? അല്ല സാറ് പറയുന്ന പോലെ ചെയ്യാം. എന്നാൽ പിന്നെ അയാൾ വെറുതെ വിട്. അങ്ങനെ വെറുതെ വിട്ടു. ഈ കക്ഷി കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായി. അപ്പോൾ സദാശിവത്തിന് എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കണ്ടേ? പുള്ളി സദാശിവത്തെ കേരള ഗവർണറാക്കി. ഇങ്ങനെയാണ് സദാശിവം കേരള ഗവർണർ. നമുക്കൊക്കെ പൊട്ടന്മാരാണ്, നമുക്കറിയില്ല ഈ കഥ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സദാശിവം പറഞ്ഞാൽ അമിത്ഷാ കേൾക്കും, അമിത്ഷാ പറഞ്ഞാൽ സദാശിവം കേൾക്കും. അന്യോന്യം ഉപകാരം ചെയ്തവരാണ് ഈ രണ്ടുപേരും. ബാലേന്ദ്രകുമാർ പറഞ്ഞാലും കേൾക്കും. അപ്പോൾ ബാലേന്ദ്രകുമാർ ഫോൺ എടുത്തിട്ട് നേരെ അമിത്ഷായെ വിളിക്കുന്നു. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താ ബാല പറ. അല്ല അത് ഇങ്ങനെ ദിലീപിനൊരു ജാമ്യം. ഇത്രയല്ലേ ഉള്ളൂ. ആരോട് സംസാരിക്കണം? എസ് ടിയോടും പറയണം. അഥവാ എസ് ടിയെ കിട്ടിയില്ല, എസ് ടി ഫോൺ എടുത്തില്ലെങ്കിൽ സദാശിവത്തോടൊന്ന് പറഞ്ഞു വെച്ചാൽ മതി, പുള്ളി അത് ചെയ്തു. അത് ഞാൻ ചെയ്യാം. അങ്ങനെ അമിത്ഷാ ഇടപെട്ട് ദിലീപിന് ജാമ്യം കിട്ടി. അതുകൊണ്ട് നിന്നില്ല. ഈ ബാലേന്ദ്രകുമാർ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഈ പുള്ളി കംപ്ലീറ്റ് അങ്ങ് ഓപ്പറേറ്റ് ചെയ്തു. ഹി ഓൾസോ റെഫേർഡ് ടു ദ ദെൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ മഞ്ചേരി ശ്രീധരൻ നായർ. ഹി ഈസ് എ ക്ലോസ് ഫ്രണ്ട് ഓഫ് ഗവർണർ. ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ട് നേരെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ മഞ്ചേരി ശ്രീധരൻ നായരോട് പറഞ്ഞു. ശ്രീധരൻ നായർ സദാശിവത്തിൻ്റെ ഒരു സുഹൃത്താണ്. സദാശിവത്തോട് പറഞ്ഞു, ഒന്നാണ് ശ്രീധരൻ നായരെ ഒന്ന് വിളിച്ച് പറഞ്ഞു കിട്ടാൻ ഒരു ബാക്കപ്പ് എന്നുള്ളത്. എനിക്ക് ഇല്ല, ഞാൻ എസ് ടിയോട് സംസാരിച്ചിട്ടുണ്ട്. പോരാ, ഒന്ന് ശ്രീധരൻ നായരോട് പറഞ്ഞു. ശ്രീധരൻ നായർ അവിടെ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ പ്രോസിക്യൂഷൻ വലിയ പ്രശ്നമാണല്ലോ. അങ്ങനെ സദാശിവൻ ശ്രീധരൻ നായരെ വിളിച്ചിട്ട്, മിസ്റ്റർ നായർ, ദിസ് ഈസ് മൈ മാൻ. ആര്? ബാലേന്ദ്രകുമാർ. ഈ സൈസ് ഏതോ ഒരു സിനിമാ നടൻ്റെ ഒരു കേസുണ്ടല്ലോ, അതിൽ ജാമ്യം കൊടുക്കണമെന്നാണ് ബാലൻ്റെ ആവശ്യം. ദിലീപിനെ ഒന്നും സദാശിവത്തിന് അറിയില്ല. ബട്ട് ബാലേന്ദ്രകുമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സദാശിവത്തിന് വളരെ പ്രിയപ്പെട്ട ആളാണ്. വിട്ടില്ല പുള്ളിയെ. അവിടെ കൊണ്ട് ഈ ഓപ്പറേഷൻ നിന്നില്ല. ബാലേന്ദ്രകുമാർ സെൻഡ് മെസ്സേജസ് സ്റ്റേറ്റിംഗ് ദാറ്റ് ഇൻ്റർവെൻഷൻ ഓഫ് മമ്മൂട്ടി, സുരേഷ് കുമാർ, കമൽഹാസൻ, ജയറാം, ആനാവൂർ നാഗപ്പൻ, കൂലിയക്കോടൻ കൃഷ്ണൻ നായർ, ഇത്രയും പേര്. ഇത് കൂടാതെ ശരവണൻ ആരാന്നറിയാമോ? ക്ലാസ്മേറ്റ് ഓഫ് സൺ ഇൻ ലോ ഓഫ് ദ ദെൻ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ മിസ്റ്റർ ഒ പന്നീർസെൽവം. ആ പന്നീർസെൽവത്തിൻ്റെ മകളെ കല്യാണം കഴിച്ചവൻ്റെ ക്ലാസ്മേറ്റ് ശരവണൻ. അപ്പോൾ എത്ര പവർഫുള്ളാണെന്ന് ആലോചിച്ച് നോക്കുക. അവനും ഉണ്ടായിരുന്നു ഈ ബസ്സിൽ. ഇവരെല്ലാം കൂടെ ബസ് പിടിച്ചാണ് ദിലീപിന് ജാമ്യം എടുക്കാനായിട്ട് പോയത്. ആനാവൂർ നാഗപ്പനാണ് നേതാവ്. പോരെ, ആനാവൂർ നാഗപ്പന് വണ്ടിയൊക്കെ പിടിച്ച് കമൽഹാസൻ വന്ന് കാണുന്നു ആനാവൂർ നാഗപ്പന്. എന്താണ്? അല്ല, നമ്മുടെ ദിലീപിനൊരു ജാമ്യം വേണമെന്നൊക്കെ പറഞ്ഞ്, അത് ഞാൻ ചെയ്യുന്നുണ്ടല്ലോ. പോരാ, ബാലേന്ദ്രകുമാർ എന്നെ വിളിച്ചു. ഞാൻ അപ്പം തന്നെ ചാർട്ടേഡ് ഫ്ലൈറ്റ് എടുത്ത് ചെന്നൈയിൽ നിന്ന് ഇവിടെ വന്നതാണ്. ചേട്ടൻ അതിന് വേണ്ട ഏർപ്പാട് ചെയ്തു. ഇതാരാ എന്താണെന്ന് എനിക്ക് പിടിയില്ല. അത് നമുക്ക് പോവാം, നീ ചായ കുടിക്കാമെന്നൊക്കെ പറഞ്ഞപ്പോഴാണ് മമ്മൂട്ടി വരുന്നു ധൃതി പിടിച്ച് ആനാവൂർ നാഗപ്പനെ കാണാൻ. നാഗപ്പൻ ചേട്ടൻ ബാലേന്ദ്രകുമാർ വിളിച്ചു. വിളിച്ചിരുന്നു. ഇരിക്കുന്നത് ഇന്ന മാതിരിയാണ് കാര്യം എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടെ കയറി. സുരേഷ് കുമാർ, കമൽഹാസൻ, നാഗപ്പൻ, കോഴിയക്കോട് കൃഷ്ണൻ നായർ, ഇതിനിടയ്ക്ക് ജയറാം, എല്ലാവരും കൂടെ അങ്ങോട്ടാകുന്നു. ബാലേന്ദ്രകുമാർ എന്നെയും വിളിച്ചു. ഞാനും കേട്ടും ഒന്ന് ഒതുങ്ങിയിരി ചേട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് ബാലകുമാറും ജയറാമും വണ്ടിയിൽ കയറി. ഇങ്ങനെയാണ് ജാമ്യം കിട്ടിയത്. ജഡ്ജി ചോദിക്കുന്നത്, ഈ മനുഷ്യനെ എന്ത് ചെയ്യണം ഞാൻ? ഇയാളാണ് ദിലീപിനെതിരെ കൂടാലും ഇയാളുള്ള മണ്ഡലത്തിലെല്ലാം പറയും. കാരണം പ്രോസിക്യൂഷൻ കേസുണ്ടായി കൊണ്ടുവന്നത് ഗൂഢാലോചന ഉണ്ട് എന്ന് ആരും അറിയാതിരിക്കാനായിട്ട് പൾസർ സുനിയും ദിലീപും തമ്മിൽ ഫോണിലോ നേരിട്ട് യാതൊരു ബന്ധവുമില്ല. അവർ മിണ്ടുന്നില്ല. മിടുക്കന്മാരാണ്. മിണ്ടുന്നില്ല എന്നുള്ള ഒറ്റ കാര്യം ഗൂഢാലോചനയുടെ തെളിവാണ്. ഇതാണ് പ്രോസിക്യൂഷൻ കൊണ്ടുവന്നത്. ബാലേന്ദ്രകുമാർ പറഞ്ഞത് എന്താണെന്നറിയാമോ? ഈ പൾസർ സുനിയെ ഞാൻ ദിലീപിൻ്റെ വീട്ടിൽ വെച്ച് കണ്ടിട്ടുണ്ട്. അവർ തമ്മിൽ വർത്തമാനം പറയുന്നു, വാക്കേറ്റം നടത്തുന്നു, ഞാനിടയ്ക്ക് സമാധാനിപ്പിക്കുന്നു. പോട്ടെ കഴിഞ്ഞു, നമ്മളിങ്ങനെ വഴക്കിട്ടിട്ട് കാര്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവരെ സമാധാനിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇയാളും മൊഴി കൊടുക്കുന്നു. അപ്പോൾ പ്രോസിക്യൂഷൻ്റെ സ്ഥിതി എന്തായി? ഇങ്ങനെ പ്രോസിക്യൂഷനെ സഹായിക്കാൻ കയറിയ കക്ഷിയാണ്. ഗൂഢാലോചന നിങ്ങളാരും തെളിയിക്കേണ്ട, ഞാൻ ഒറ്റയ്ക്ക് തെളിയിക്കാമെന്ന് പറഞ്ഞ് കയറിയിട്ടാണ് പ്രോസിക്യൂഷൻ്റെ പള്ളയ്ക്ക് കത്തി കയറ്റിയത് ബാലേന്ദ്രകുമാർ. ഈ കേസാണ് ഇട്ട് ഈ ന്യായീകരിച്ച് മെഴുകുന്നത് ഈ ടീമൊക്കെ.
എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ചു. ആ നടിക്ക് ഒരു ദുരനുഭവം ഉണ്ടായ സംശയമില്ല കാര്യത്തിൽ. അത് ശിക്ഷിക്കപ്പെടുകയും ചെയ്തു. അതിൻ്റെ ഒരു വീഡിയോ എടുത്തു. അത് ദിലീപ് എടുപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യനെ ഉപദ്രവിക്കുന്നതിന് കയ്യും കണക്കും വേണ്ടേ. അങ്ങേർക്ക് ശത്രുതയുണ്ടായിരുന്നു. ശരി, ശത്രുതയുണ്ടായിരുന്നുകൊണ്ട് ഈ കൊട്ടേഷൻ റേപ്പ് നടത്തുക ആരെങ്കിലും. മാത്രമല്ല അതിന് തെളിവ് വേണ്ടേ. ആബാദ് പ്ലാസയിൽ ദിലീപ് ഉണ്ടായിരുന്നു, പൾസർ സുനി ഉണ്ടായിരുന്നു. ശരി, ഉണ്ടായിരുന്നു. ഗൂഢാലോചന നടത്തി എന്നുള്ളതിന് തെളിവ് എവിടെ? സൗണ്ട് തോമ എന്നുള്ള സിനിമയുടെ സൈറ്റിൽ ദിലീപ് ഉണ്ടായിരുന്നു, പൾസർ സുനി ഉണ്ടായിരുന്നു. ശരി, ഉണ്ടായിരുന്നു. ആലുവ ശിവരാത്രിക്ക് ദിലീപ് ഉണ്ടായിരുന്നു, പൾസർ സുനി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഗൂഢാലോചന നടത്തിയെന്നാകുന്നില്ലല്ലോ. സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് പ്രോസിക്യൂഷൻ വെറുതെ തല്ലുവാങ്ങി. ഇനിയിപ്പോൾ ഹൈക്കോടതിയിൽ പോട്ടെ, അല്ലാതെ ഈ ബഹളം വെച്ച് ആൾക്കാരെ തോൽപ്പിക്കുന്ന ഒരു നല്ല കാര്യമൊന്നുമല്ല.